പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പ്രകാരം നമ്മോട് പറയുന്നു: ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേഴ്സാകുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാവുന്നു, ഈ ഒരു അവസ്ഥയിൽ, എല്ലാ അവസ്ഥയിലും ഞാൻ ഇരിപ്പാനായിട്ട് ഞാൻ ശീലിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ശീലിച്ച പൗലോസ് അപ്പോസ്തലന് ഇപ്പോൾ പറയാകുന്നു, ആരാ ശീലിപ്പിച്ചത്? അത് ദൈവം ശീലിപ്പിച്ചിരിക്കുന്നു. ആമേൻ. അപ്പം നമ്മളും നമ്മുടെ കാര്യം, ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വളരുന്ന ഉടനെ നമ്മൾ അവരെ അങ്ങ് വളരാൻ വിടുകയല്ല, അവരെ വളർത്തുകയാകും അല്ലേ? നമ്മൾ ആട് മേയ്ക്കാൻ പോകുന്നുണ്ടേ ആടുകളൊക്കെ എവിടെയെങ്കിലും പോയി കുറേ പുല്ല് തിന്നും. പക്ഷേ എന്നാലും നമ്മൾ പുല്ല് ഉള്ളിടത്ത് കൊണ്ടുവിടും അവിടെ നന്നായിട്ട് കഴിക്കാനായിട്ട് എന്ന് പറയുന്ന പോലെ നമ്മളെ ശീലിപ്പിക്കുന്നതായിട്ടുള്ള നല്ല പാഠങ്ങൾ ശീലിപ്പിക്കും. കൊച്ചിലെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കൾ നമ്മളെ എങ്ങനെ ജീവിക്കണം, ആമേൻ, ഹല്ലേലൂയ, ഓരോ സ്റ്റേജ് വരുന്നുണ്ട്, നമ്മൾ എങ്ങനെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ ജീവിക്കണം. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്ന ഉള്ള അവസ്ഥയിൽ, ആമേൻ, ഹല്ലേലൂയ, അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഞാൻ വേറൊരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മാതാവ് കുഞ്ഞുങ്ങളെ, അവരെ കുഞ്ഞുങ്ങളെ വളർത്തും. എന്നാൽ ചില മാതാപിതാക്കൾ അവരെ കുഞ്ഞുങ്ങളെ ശരിക്കും അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ശീലിപ്പിച്ച് വളർത്തും. അതുകൊണ്ട് അവർ വളർന്നു കഴിഞ്ഞാലും അവർക്ക് വെയിലത്താണേലും മഴയത്താണെങ്കിലും സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, ഏതൊരു സ്റ്റേജിലാണെങ്കിലും അവർക്ക് നന്നായിട്ട് ജീവിക്കുവാനായിട്ട് അവരെ ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാകുന്നു, സമൃദ്ധിയിലിരിപ്പാനും, ആമേൻ, ഹല്ലേലൂയ, വിശന്നിരിപ്പാനും എനിക്കറിയാം. ദാറ്റ് ഈസ് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. അപ്പം നമ്മളും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാകുന്നു. ആമേൻ. ഏതൊരവസ്ഥയിൽ നാം ഇന്ന് ജീവിക്കുന്നെങ്കിലും നമ്മൾ കർത്താവിൻ്റെ മക്കളാകും. കർത്താവിൻ്റെ മക്കൾ, ആമേൻ, ഹല്ലേലൂയ, ഏതൊരവസ്ഥയിൽ കൊണ്ടിട്ടാലും നമ്മൾ അവിടെ ജീവിക്കാനായിട്ട് നമ്മളെ തന്നെത്താനെ അഭ്യസിപ്പിക്കണം. അത് കർത്താവ് നമ്മളെ സഹായിക്കും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും, ആമേൻ, എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ആമേൻ. അതുകൊണ്ടാകുന്നു ഇന്നിപ്പം ഇവിടെ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇതെല്ലാം ശീലിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കർത്താവ് നമ്മളെ ശക്തീകരിക്കും. നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിലും കർത്താവ് നമ്മളെ ജീവിക്കാനായിട്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഏതൊരവസ്ഥയിലും കർത്താവ് നമുക്ക് കർത്താവിൻ്റേതായിട്ടുള്ള ശക്തി പകർന്നു തന്ന് നമ്മൾ മുമ്പോട്ട് ജീവിക്കുവാൻ ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് എല്ലാം ശീലിച്ചുകൊണ്ട് നമ്മൾ വളരുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഒരു മിഷണറി ആണെങ്കിൽ, ഒരു പാസ്റ്ററാണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം നമ്മൾ ശീലിക്കണം. എവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ലതായിട്ടുള്ള താമസിക്കാനിടം കാണും, ചിലപ്പോൾ കാണത്തില്ല, വിശപ്പ് കാണും, ചിലപ്പം പണമില്ലാത്ത അവസ്ഥയായിരിക്കാം. എല്ലാത്തിലും നമ്മളെ തന്നെ കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് പഠിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കും പറയുവാനാക്കൂ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആമേൻ.